ഹായ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ മെറ്റാമാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനും പറഞ്ഞു. അതേപോലെ നമ്മൾ വെബ്3 ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. വെബ്3 npm ഇൻസ്റ്റാൾ വെബ്3 at 1.3.5 എന്ന് കൊടുത്ത് നമ്മൾ വെബ്3 ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. ദെൻ ആ വെബ്3 ഒന്ന് സേവ് ചെയ്യണം. അപ്പോൾ npm ഇൻസ്റ്റാൾ --- സേവ് കൊടുക്കുക. ദെൻ സ്പേസ് കൊടുത്ത ശേഷം മോച്ച കൊടുത്തിട്ട് വേണം ചെയ്യാൻ. മോച്ച സ്പേസ് ഗനാഷെ മൈനസ് ക്ലയന്റിന്റെ ക്ലൈ then space web3 at 1.0.0 minus beta 0.26 ഈ beta 0.26 ഇത്രയാണ് ആ ഒരു അവസാനം വരുന്ന വെബ്3 അറ്റ് എന്ന് പറയുന്നത് വെബ്3യുടെ ഒരു വേർഷൻ ആണ്. അത് ഗനാഷിലെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗനാഷിയുടെ മോച്ചയിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇത് എൻ്റർ കൊടുക്കുക. ഇത് സേവ് ചെയ്യണം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സേവ് ആവും. ഓക്കെ, ഇത് സേവ് ആയതിനു ശേഷം നമ്മൾ സേവ് ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഈ പറയുന്ന മൈ പ്രോജക്റ്റിനകത്ത് ഓപ്പൺ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ടെസ്റ്റ്, ഈ ടെസ്റ്റിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു JSON ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ പേരെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രോജക്റ്റ് നെയിം എന്താ? സോൾട്ട് നെയിം കാർ ആണ്. അപ്പം car.test.js എന്നാണ് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. car.test.js. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു JSON ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് കുറച്ചൊക്കെ വാലിഡേഷൻ ചെക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു കാർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലാസ്, അതിന്റെ പേര് ഞാൻ കൊടുക്കുന്നു കാർ. ഓക്കെ, നമുക്കിപ്പം ഒരു കാർ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് എന്തുണ്ടാവാം? എന്തെങ്കിലും ആട്രിബ്യൂട്ട്സോ ഫങ്ഷൻസോ ഒക്കെ ഉണ്ടാവാം. നമ്മളിവിടെ രണ്ട് ഫങ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് പാർക്കും അതേപോലെ തന്നെ ഡ്രൈവ്. അപ്പൊ ഫംഗ്ഷൻ ആണ് ഒന്ന് പാർക്ക്, മറ്റൊന്ന് ഡ്രൈവ്. അപ്പൊ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പം കാർ എന്ന് പറയുമ്പോൾ പാർക്കിനകത്ത് എന്ത് കൊടുക്കാം? റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ ഒരു സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിന്റെ വാല്യൂ എന്ന് വെച്ചാൽ ക്യാൻ പാർക്ക്. അപ്പൊ ഡ്രൈവിനകത്ത് കൊടുക്കേണ്ടതോ റിട്ടേൺ ക്യാൻ ഡ്രൈവ്. അപ്പൊ ക്യാൻ പാർക്ക്, ക്യാൻ ഡ്രൈവ്, ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ട്രിങ്സ്. ഓക്കെ, ഈ ടെസ്റ്റ് JS എന്ന് പറഞ്ഞാൽ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് രണ്ടും കൊടുത്തു. ദെൻ നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാർ എന്ന് പറയുന്ന ഫംഗ്ഷന് നമ്മൾ കോൾ ചെയ്യണം. ഓക്കെ, അപ്പം അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ പറയുന്ന വാല്യൂസ് യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ കാറിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇവിടെ JS-നകത്ത് ഡിസ്ക്രൈബ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വാല്യൂസ് ഉണ്ട്. ഡിസ്ക്രൈബ് ഇറ്റ് ബിഫോർ ഈച്ച്. അപ്പൊ ഡിസ്ക്രൈബ് എന്ന് വെച്ചാൽ നമുക്ക് ബൾക്ക് ഓഫ് കുറെ ഫംഗ്ഷനെ ഒരുമിച്ച് കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രൈബ് യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രൈബ് എന്ന് വെച്ചാൽ ഒരുപാട് ഫംഗ്ഷനെ നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്ക്രൈബ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ ഫംഗ്ഷനെ അറ്റ് എ ടൈം കോൾ ചെയ്യാം. പക്ഷെ ഒറ്റ ഫംഗ്ഷനെ കോൾ ചെയ്യണമെങ്കിൽ ഇറ്റ് വേണം. അതായത് ഈ പറയുന്ന നമ്മൾ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻ കോൾ ചെയ്യണമെങ്കിൽ ഡിസ്ക്രൈബിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു സിംഗിൾ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ടാവണം. ഇറ്റിനകത്ത് സിംഗിൾ കോളും ആ ഇറ്റുകൾ ഒരുപാട് ചേർന്നതാണ് ഒരു ഡിസ്ക്രൈബ് എന്ന് പറയുന്നത്. അപ്പൊ കാർ കൊടുത്തു, അത് ഫസ്റ്റ് ആട്രിബ്യൂട്ട് ആയിട്ട് നമ്മൾ കാർ കൊടുത്തു. അതിനുശേഷം ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. ദെൻ അത് എൻ്റർ കൊടുത്തു. ഇപ്പം ജസ്റ്റ് ഡിസ്ക്രൈബ് എന്ന് പറയുന്ന ഒരൊറ്റ ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫംഗ്ഷൻ കോൾ ആണ് ഇത് വരുന്നത്. അപ്പൊ ഡിസ്ക്രൈബിനകത്ത് നമ്മൾ എന്ത് പറയുന്നു? കാർ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാറിനെ നമ്മൾ കോൾ ചെയ്യാൻ പറഞ്ഞു. കാറിനെ കോൾ ചെയ്യുമ്പോൾ കാറിനകത്ത് രണ്ട് ഫംഗ്ഷൻസ് ആണ് ഉള്ളത് അല്ലേ? ഇപ്പൊ രണ്ട് ഫംഗ്ഷനകത്ത് ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് വരേണ്ടതെന്നുള്ളത് ആദ്യം നമുക്ക് പാർക്കിങ്ങിന്റെ നോക്കാം. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് ഇറ്റ് കൊടുത്തിട്ട് കോൾ ചെയ്യാം.
ഇറ്റ് ടെസ്റ്റ് ചെയ്യേണ്ട ഫംഗ്ഷനാലിറ്റി വെച്ചാൽ ക്യാൻ ബി പാർക്ക് എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കുന്നു, വാല്യൂ കൊടുക്കുന്നു. നമ്മൾ അവിടെ പാർക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ള വേണ്ടിയാണ് പാർക്ക് കൊടുത്തതേ ഉള്ളൂ. അതിന്റെ ഫംഗ്ഷന്റെ കോഡ് വിളിക്കാൻ വേണ്ടി അടുത്തതും യൂസ് ചെയ്തു. ദെൻ നമുക്കിവിടെ കാറിന് പറഞ്ഞ ഒബ്ജക്റ്റിനെ ഒന്ന് കോൾ ചെയ്യണം. കാറിന് ഒബ്ജക്റ്റ് നമ്മുടെ ഇല്ല. അപ്പൊ കാർ ഈക്വൽ ടു ന്യൂ കാർ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ കാർ ഈക്വൽ ടു ന്യൂ കാർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു ആട്രിബ്യൂട്ട് ആയിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ കോൺസ്റ്റന്റ് എന്തെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ് പറയാം. അപ്പൊ കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ കാർ ഈസ് ഈക്വൽ ടു ന്യൂ കാർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കാർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ കാർ ഈക്വൽ ടു ന്യൂ കാർ എന്ന് പറഞ്ഞ പുതിയൊരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പുതിയ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഒബ്ജക്റ്റിനെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യണം. അപ്പം ഒബ്ജക്റ്റ് വെച്ച് ഫംഗ്ഷനെ കോൾ ചെയ്യാൻ എന്താണ്, ജസ്റ്റ് ഡോട്ട് വെച്ച് കോൾ ചെയ്താൽ മതി. അപ്പൊ നമ്മളിവിടെ കാർ ഡോട്ട് പാർക്ക് എന്ന് പറഞ്ഞ് കോൾ ചെയ്യുമ്പോൾ അത് അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ, ആ ഒരു ഫംഗ്ഷൻ എന്താണോ അതിനെ കോൾ ചെയ്യും. അതിനെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ ജസ്റ്റ് ആ ഒരു കോൾ ചെയ്ത ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, വാല്യൂസ് കിട്ടുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ജസ്റ്റ് അസർട്ട് ഡോട്ട് ഈക്വൽ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി അസർട്ട് ഡോട്ട് നമുക്ക് ഈ ഒരു അസേർട്ട് കിട്ടാത്തതിന്റെ കാരണം അസേർട്ട് എന്ന് പറഞ്ഞ ഒരു ലൈബ്രറി ആണ്, അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. സോ അതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക. കോൺസ്റ്റന്റ് അസേർട്ട് ഈക്വൽ ടു റിക്വയർ അസേർട്ട് കൊടുത്തതിന് ശേഷം ഈ അസർഷൻ അങ്ങോട്ട് മാറ്റിയിട്ട് അസേർട്ട് ഡോട്ട് ഈക്വൽ കൊടുക്കുക. രണ്ട് പാരാമീറ്റർ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പാർക്കിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നതാണ്. സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ക്യാൻ പാർക്ക് തന്നെയാണോ വരുന്നത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ക്യാൻ പാർക്ക് എന്നുള്ളതോടെ കൊടുക്കുക. ഓക്കെ, ദെൻ ഇവിടെ ഒരു സെമിക്കോളൻ കൊടുക്കാനുണ്ട്, കൊടുക്കുക. സ്റ്റോർ ചെയ്യുക, കൺട്രോൾ എസ്. ഇവിടെ കൊടുക്കേണ്ടത് npm run space test. എററേ വരുള്ളൂ. ഓക്കെ, നോട്ട് സ്പെസിഫൈഡ് നമ്മളവിടെ പാക്കേജ് ഡോട്ട് ജേസണിനകത്ത് നോട്ട് സ്പെസിഫൈഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഇവിടെ എറർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളവിടെ സ്പെസിഫൈ ചെയ്യണം. എന്താ സ്പെസിഫൈ ചെയ്യേണ്ടത് ചോദിച്ചാൽ മോച്ച എന്ന് സ്പെസിഫൈ ആണ്. നമ്മൾ മോച്ചയാണ് ആക്ച്വലി ടെസ്റ്റ് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. നമ്മുടെ വെബ്3യും മോച്ചയും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ കൊടുക്കേണ്ടത് മോച്ച. അപ്പൊ മോച്ച കൊടുക്കുമ്പോൾ നമുക്കിവിടെ മോച്ച കോൾ ചെയ്യണ്ട. ആ ഒരു ഫയലിൽ നമ്മൾ മോച്ചനെ കോൾ ചെയ്തിട്ടില്ല, കണക്ട് ചെയ്തിട്ടില്ല, അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ആ ഒരു ഇത് കൺട്രോൾ സെറ്റ് സ്റ്റോർ ചെയ്തതിന് ശേഷം കാർ ഡോട്ട് ടെസ്റ്റ് ജേസിനകത്തേക്ക് വരിക. നമ്മൾ അസേർട്ട് കൊടുത്തതിന് താഴെയായിട്ട് നമുക്ക് പ്രൊവൈഡറും ധനാശയും വെബ്3 ഒക്കെ വേണം. ആദ്യം നമുക്ക് വെബ്3 ഒന്ന് കോൾ ചെയ്യാം. ഇപ്പൊ അപ്പർ കേസ് web3 ഈക്വൽ ടു റിക്വയർ അകത്ത് ലോവർ കേസിൽ കൊടുക്കുക web3. ഇത് നമ്മുടെ web3 പ്രൊവൈഡർ ആണ്. അതേപോലെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ web3 സ്റ്റോർ ചെയ്യണം. അങ്ങനെ ഈ കൊടുക്കുന്നെല്ലാം ഓരോ ഇൻസ്റ്റൻസുകളും അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റുകളായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലോവർ കേസ് web3 ആയിട്ടാണ് നമ്മൾ ഇനി ക്രിയേറ്റ് ചെയ്യുക. സോ ഇത് നോട്ട് ചെയ്തേക്കുക. നമ്മൾ ഇതിങ്ങനെ തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്തു, അസേർട്ട് ഉണ്ട്, അതേപോലെ തന്നെ web3 എന്ന് പറയുന്ന പാക്കേജ് നമ്മളിവിടെ കോൾ ചെയ്തു. അപ്പൊ നമുക്ക് ഇനി അടുത്തത് വേണ്ടത് ഗനാഷെ കോൾ ചെയ്യണം. ഗനാഷെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് മുന്നേ നമ്മൾ ഗനാഷെ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. സോ ഗനാഷെനെ കോൾ ചെയ്യാം. ഗനാഷെ ഈക്വൽ ടു റിക്വയറിനകത്ത് ഗനാഷെ ഗനാഷയുടെ ക്ലയന്റ് വാല്യൂ, ക്ലയന്റ് സൈഡ് ആണ് നമുക്ക് ക്ലയന്റ് വാല്യൂ ഇല്ല, ക്ലയന്റ് സൈഡ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഗനാഷെ ഈസ് ഈക്വൽ ടു ഗനാഷെ ക്ലൈ കൊടുത്തു. ഇനി നമ്മൾ ഈ വെബുമായിട്ട് നമ്മുടെ ഈ വെബിനെ ഈ ഗനാഷെ കണക്ട് ചെയ്യണം. അതിനുവേണ്ടി പ്രൊവൈഡർ യൂസ് ചെയ്യാം. ഒരു പുതിയ ഇൻസ്റ്റന്റ് ക്രിയേറ്റ് ചെയ്യാണ്.
കോൺസ്റ്റന്റ് ലോവർ കേസ് വെബ്3 അതിന്റെ ഇൻസ്റ്റന്റ് പുതിയതാണ് ഈക്വൽ ടു ന്യൂ ഒബ്ജക്ട് ന്യൂ വെബ്3 ന്യൂ വെബ്3. ഇപ്പൊ നമ്മൾ പുതിയ നമ്മുടെ കറന്റ് ഇരിക്കുന്ന നമ്മുടെ വെബ്3 പ്രൊവൈഡറിൽ നിന്ന് പുതിയൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ന്യൂ വെബ്3 എന്ന് പറഞ്ഞ് എന്ത് പാരാമീറ്റർ ആയിട്ട് ഗനാഷെ പ്രൊവൈഡർ കോൾ ചെയ്യുക. ഗനാഷെ പ്രൊവൈഡർ ഓക്കെ. ഗനാഷെ പ്രൊവൈഡർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് ഗനാഷയ്ക്കകത്ത്. ആ ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഗനാഷ ഈ പറയുന്ന ഗനാഷ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇതാണ്, ഇന്റർഫേസ് ആണ്. ഇതിനകത്തേക്ക് ഇതും നമ്മുടെ വെബ്3 തന്നെ കണക്ട് ചെയ്യുന്ന ഈ പ്രൊവൈഡർ വഴിയാണ്. സോ അത് കൊടുക്കുക. ദെൻ നമ്മൾ കമ്പയർ ചെയ്യാനുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യണം. സോ ഇത് കൺട്രോളേഴ്സ് എടുത്തതിന് ശേഷം കമ്പയറിനകത്ത് തിരിച്ചൊന്ന് വരിക. കമ്പയറിനകത്ത് നമ്മളിവിടെ ഒരു സംഭവം കൊടുത്തായിരുന്നു. ഈ സോപ്പിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തായിരുന്നു. ഇത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺസോൾ ഡോട്ട് ലോഗിനകത്തേക്ക് ഇത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോൾ ഡോട്ട് കമ്പയർ സോഴ്സ് കോമ 1 എന്നുള്ളത് കൊടുക്കുക. ദെൻ അതൊന്ന് കമ്പയർ ചെയ്തെടുത്തേക്കുക. ഓക്കെ, നോട്ട് ഡോട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. സ്റ്റോർ ചെയ്തിട്ടില്ല, കൺട്രോളേഴ്സ് എടുത്ത് സ്റ്റോർ ചെയ്തിട്ട് റൺ ചെയ്യാം. കമ്പൈലേഷൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, കമ്പൈലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് എറേഴ്സിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എവിടേക്ക് വാർണിംഗ്സ് ഉണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. ദെൻ നമുക്ക് റൺ ടൈം മെത്തേഡ് എടുത്തു, ബൈറ്റ് കോഡായിട്ട് വന്നിട്ടുണ്ട്. ബൈറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബ്ലോക്കിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ ബൈറ്റ് കോഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ അഡ്രസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ API വാല്യൂ യൂസ് ചെയ്യാം. ഇത് 3 യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ബൈറ്റ് കോഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പുതിയ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബൈറ്റ് കോഡ് യൂസ് ചെയ്യാം. പക്ഷെ കറന്റ് ഇരിക്കുന്ന ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഡീറ്റെയിൽസിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് അഡ്രസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അഡ്രസ് വെച്ചിട്ട് പുതിയ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ API വാല്യൂസ് ആണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പുതിയൊരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാനും അത് എന്തെങ്കിലും അപ്ഡേഷൻസ് ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ ചേഞ്ച് ചെയ്യാനും പറ്റും. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഇവിടെ നമുക്ക് ഇവിടെ കാർ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ട്. ഈ സ്മാർട്ട് കോൺട്രാക്റ്റിനകത്ത് ഒന്ന് കൊടുത്തു വെച്ചേക്കുക. ഓക്കെ, നമുക്ക് ആവശ്യമുണ്ട്. അത് ഇപ്പോഴല്ല, നമ്മൾ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കമ്പയറിന്റെ ഈ ഒരു വാല്യൂവിനെ നമുക്ക് കോൾ ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിപ്പം തൽക്കാലം ഒന്ന് അങ്ങനെ കോപ്പി വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെബ്3 പ്രൊവൈഡർ വഴി റീമിക്സിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. സോ തൽക്കാലം ഇതിന് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ നമുക്ക് വാല്യൂസ് കിട്ടുന്നുണ്ടല്ലോ, ഇപ്പൊ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കമ്പയർ ചെയ്ത് പറ്റുന്നുണ്ട്. സോ ഈ കമ്പയറിനെ നമുക്ക് ഈ car.test.js കോൾ ചെയ്യണം. നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് വരാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചോദിക്കാം, അല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ, ഐ മീൻ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ ചോദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൾ ചെയ്ത് സംസാരിക്കാം. എന്താണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. സോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ നമ്മള് ആ ഒരു ആ ഒരു വാല്യൂസ് നമുക്ക് അവിടെ നമ്മൾ എന്ത് കൊടുത്തു, കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ജേസിനകത്തേക്ക് ആ ഒരു കമ്പയറിന്റെ വാല്യൂ കൂടെ ആഡ് ചെയ്യാൻ പറയാണ്. കമ്പയറിന്റെ വാല്യൂ കൂടെ ഓക്കെ. കമ്പയറിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യുമ്പോൾ 2 വാല്യൂസ് ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരും. ഒന്ന് ഇന്റർഫേസും മറ്റൊന്ന് ബൈറ്റ് കോഡ്. നിങ്ങൾ ഈ കണ്ടതാണ് ബൈറ്റ് കോഡ്. ഈ ബൈറ്റ് കോഡും കിട്ടുന്നുണ്ട്. അതേപോലെ തൊട്ട് മുന്നേ തന്നെയുള്ള അസംബ്ലി എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ഇന്റർഫേസ് ആയിട്ട് വരുന്ന ഇന്റർഫേസും കിട്ടുന്നുണ്ട്. അത് രണ്ടും നമ്മൾ എടുക്കണം. സോ കോൺസ്റ്റന്റ് 2 വാല്യൂസ് ആണ് വരുന്നത്. ഇന്റർഫേസ് കോമ എന്ത് വരുന്നു, ബൈറ്റ് കോഡ് വരുന്നുണ്ട്. ബൈറ്റ് കോഡ്, അപ്പം ഇന്റർഫേസും ബൈറ്റ് കോഡും കൊടുത്തു. ഇന്റർഫേസ് ആൻഡ് ബൈറ്റ് കോഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ അത് കൊടുത്തതിന് ശേഷം റിക്വയർ ചെയ്യേണ്ട ഫയലിന്റെ പേര് എന്താണ്, കമ്പയർ ആണ്. അപ്പം റിക്വയർ ഡബിൾ കോഡ്സിനുള്ളിൽ ഡബിൾ കോളം കൊടുത്തു കമ്പയർ കൊടുക്കുക. ഇത്രയും വാല്യൂസ്, ഇത്രയും ലൈബ്രറീസ് നമുക്ക് ഇതിനകത്ത് ആവശ്യമുണ്ട്. നമുക്ക് കമ്പയർ എന്ന് പറഞ്ഞ ഫയലും ആവശ്യമുണ്ട്, ഇതിൽ ഗനാഷ ആവശ്യമുണ്ട്, വെബ്3 ഉണ്ട്, അസേർട്ട് ഉണ്ട്. ദെൻ ഗനാഷ പ്രൊവൈഡ് വെച്ചിട്ട് പുതിയൊരു വെബ് ക്രിയേറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ഒരു ഫയൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ.
ഇപ്പൊ നമ്മള് ഇപ്പൊ Web3 നമ്മൾ കണക്ട് ചെയ്ത് കോൾ ചെയ്തിട്ടില്ല, ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ മാത്രം ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് ലോക്കലായിട്ടൊരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അത് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇനി റൺ ചെയ്യുക. റൺ ചെയ്യാൻ വേണ്ടിയിട്ട് npm run test കൊടുക്കുക. ഗനാഷയുടെ കോഡാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഗനാഷയിലേക്ക് റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഔട്ട്പുട്ട് ഇപ്പൊ കിട്ടും. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ക്യാൻ ബി പാർക്ക് എന്ന് പറയുന്ന ടിക്ക് മാർക്ക് വന്നു, അതായത് കറക്റ്റ് ആണെന്ന് പറയാം, രണ്ട് സ്ട്രിങ്ങും കറക്റ്റ് ആണെന്ന്. അപ്പൊ നമുക്കിപ്പം ഈ പാർക്ക് വരുന്ന ജസ്റ്റ് പാർക്ക് എന്ന് മാത്രം കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ കൺട്രോൾസ് എടുത്ത് സ്റ്റോർ ചെയ്തിട്ട് അതിനൊന്ന് കോൾ ചെയ്യാം. ഈ സമയത്ത് എന്ത് സംഭവിക്കുക വെച്ചാൽ എറർ മെസ്സേജ് വരും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ക്യാൻ പാർക്ക് എന്നുള്ളതാണ്, ബട്ട് നമ്മൾ കൊടുത്തിട്ട് പാർക്ക് മാത്രമാണ്. അപ്പൊ അത് എറർ വന്നു. ക്യാൻ പാർക്ക് ഈക്വൽ ടു പാർക്ക്, അത് ഈക്വൽ അല്ല. സോ അതിന്റെ എറർ അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ മനസ്സിലായല്ലോ, നമുക്ക് ആ ഒരു നെറ്റ്വർക്കിലേക്ക് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി, അത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതേപോലെ പറ്റും. ഡിസ്ക്രൈബ് എന്ന ഫംഗ്ഷൻ ആണ് ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനും ഒറ്റ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇറ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്കിപ്പം ഡിസ്ക്രൈബ് ആയിട്ട് ഒറ്റ ഫംഗ്ഷൻ ഞാൻ യൂസ് ചെയ്ത് നമുക്ക് അവിടെ ഒരു ഫംഗ്ഷനോടെ കോൾ ചെയ്യാനുണ്ടല്ലോ, അതൊന്ന് കോൾ ചെയ്യാം. അത് ഏത് ഫംഗ്ഷൻ ആണ്? ഇറ്റ് can be drive safely. Can be drive safely കൊടുക്കുന്നു. then അതിനകത്ത് തന്നെ ഫംഗ്ഷൻ എടുത്തു കോൾ ചെയ്യുന്നു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് ഇവിടെ കാർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വേണം. സോ കോൺസ്റ്റന്റ് കാർ ഈക്വൽ ടു ന്യൂ കാർ കൊടുക്കുക. then assert dot equalനകത്ത് കാർ ഡോട്ട് ഡ്രൈവ് കൊടുക്കുക. അതിനകത്തേക്ക് ഈക്വൽ ആവേണ്ട വാല്യൂ, ഡ്രൈവ് ഒരു ഫംഗ്ഷൻ ആണ്. ദെൻ ഈക്വൽ ആവേണ്ട വാല്യൂ എന്തായിരുന്നു? ക്യാൻ ഡ്രൈവ് ആണോ വരുന്നത് ചെക്ക് ചെയ്യുക. അപ്പൊ ക്യാൻ ഡ്രൈവ് ആണെങ്കിൽ ഈക്വൽ ആയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ എറർ വരും. അപ്പൊ നമ്മൾ ക്യാൻ ഡ്രൈവ് കൊടുത്തു. then കൺട്രോളേഴ്സ് എടുത്ത് സ്റ്റോർ ചെയ്തിട്ട് റൺ ചെയ്യാം. npm run test കൊടുക്കുക. രണ്ട് ഫംഗ്ഷനാണ് ടെസ്റ്റ് ചെയ്യുന്നത്, പാർക്കും ഡ്രൈവും. രണ്ടും ഈക്വൽ ആണെങ്കിൽ രണ്ടിന്റെ ഔട്ട്പുട്ട് ഒരുമിച്ച് വരും. ഓക്കെ, രണ്ടും പറ്റുന്നുണ്ട്. ഇനി ഞാൻ ഒരെണ്ണത്തിന്റെ മാത്രം എറർ വരുത്തുന്നുണ്ട്, ഡ്രൈവിന്റെ മാത്രം. എറർ വരുത്തുമ്പോൾ നമുക്കത് എററായിട്ട് വരും അവിടെ. ഓക്കെ, ഒരെണ്ണത്തിന് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരെണ്ണത്തിന് അത് ഫെയിൽ ആണ് വരുന്നത്. അപ്പം ഒരെണ്ണം കറക്റ്റ് ആയിട്ട് നമുക്ക് അസേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റൊന്ന് അസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഈക്വൽ ആവുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എറർ കൊടുത്തതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കോഡ് എഴുതിയിട്ടുണ്ട് ഈ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ ഒരു കോഡ് എല്ലായിടത്തും വരുന്നതുകൊണ്ട് ഇത് നമുക്ക് റൺ ചെയ്തതിന് ശേഷം മതിയല്ലോ ബാക്കി കോഡ് റൺ ചെയ്യുന്നത്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ 3 ഫംഗ്ഷൻസ് ഇപ്പോൾ 3 മെത്തേഡിലാണ് കോൾ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയില്ല. ഡിസ്ക്രൈബ്, ഇറ്റ്, അതേപോലെ തന്നെ നമുക്ക് ഫോർ ഈച്ച് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ മെത്തേഡും ഉണ്ട്. ഫോർ ഈച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിഫോർ ഈച്ച്, ഫോർ ഈച്ച് അല്ല ബിഫോർ ഈച്ച്. ബിഫോർ ഈച്ച് എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ റൺ ചെയ്ത് മാറ്റേണ്ടതാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ബിഫോർ ഈച്ച് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, നമ്മൾ ബിഫോർ ഈച്ച് കൊടുക്കുമ്പോൾ ബിഫോർ ഈച്ചിനകത്ത് 2 ഫംഗ്ഷൻസ് ആണ് വരുന്നത്. ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ബിഫോർ ഈച്ചിനകത്ത് കൊടുക്കേണ്ടത് നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന കോഡുകൾ എന്താണോ അതാണ് ബിഫോർ ഈച്ചിനകത്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്താണ്? കാർ ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ് അല്ലെ. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ഇവിടെ ഈക്വൽ ടു ഹൈഫൻ കോൺസ്റ്റന്റ് കാർ ഇത് നമ്മളത് കട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വിചാരിക്കും ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് റൺ ചെയ്യുമെന്ന്.
പക്ഷെ റൺ ചെയ്യില്ല, കാരണം ഒരു ചെറിയ എറർ ഉണ്ട്. ഇതെന്താണ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്കിത് ആദ്യം ഒന്ന് റൺ ചെയ്ത് നോക്കാം. കൺട്രോളേഴ്സ് എടുത്ത് സ്റ്റോർ ചെയ്തിട്ട് npm റൺ ടെസ്റ്റ് കൊടുത്തു. ഇപ്പൊ കാർ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു എറർ കൂടെ വരും. ഈ കാർ ഇല്ല എന്നുള്ളൊരു എറർ നമുക്കിവിടെ വരും. കാർ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു ലോക്കൽ വേരിയബിൾ ആയിട്ടാണ് ഈ ഫോറിച്ചിനകത്ത് വരുന്നത്. സോ നമ്മൾ ആദ്യം ഇതിനൊന്ന് ക്രിയേറ്റ് ചെയ്യണം, ലെറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യണം. കാരണം ചേഞ്ച് ചെയ്യുമ്പോൾ എന്നേക്കാട് ചേഞ്ച് ചെയ്യേണ്ടതാണെങ്കിൽ ലെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. സോ ലെറ്റ് കാർ കൊടുക്കുക, ദെൻ കാർ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളത് മാറ്റിയിട്ട് ജസ്റ്റ് കാർ ഈക്വൽ ടു ന്യൂ കാർ എന്ന് കൊടുക്കുക. ഇനി ഇത് ചേഞ്ച് ആയിക്കോളും. ഓക്കെ, നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ നന്നായി പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നവർ ആരെയാണെങ്കിൽ, അതായത് ജാവാസ്ക്രിപ്റ്റ് അത്യാവശ്യം നന്നായി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ഇവിടെ 2 ഔട്ട്പുട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, രണ്ടും ഓക്കെ ആയിട്ട് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾ റൺ ചെയ്ത് നോക്കുക, എന്തെങ്കിലും തരത്തിൽ എറർ സ്പേസ് തന്നെ പറയാം. ഇനി വെബ് ത്രെഡ് കണക്ട് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.